ശരണം ശ്രീ തരമംഗലദേവരേ ശരണം ശ്രീ ദക്ഷിണാമൂർത്തി ശരണം. സദ്ഗുരുഭ്യോ നമ ഭക്തേഭ്യോ നമ. ഓം ശ്രീമന്നാരായണീയം 46-ാമത്തെ ദശകം. ഭഗവാൻ വിശ്വരൂപം ഒന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതായിട്ടുള്ള രംഗമാണ്. നമ്മൾ ബാലലീലയാണ് സ്മരിച്ചത്. ഗോപികമാരുടെ വെണ്ണയും പാലും കക്കുന്നതായിട്ടുള്ള സ്ഥേയയോഗം എന്ന കൃഷ്ണൻ്റെ ലീല. കൃഷ്ണൻ ഗോപികമാരുടെ മനസ്സും കൂടി ഒപ്പം കട്ടു, അതേപോലെ സമയവും കട്ടൂന്ന. ഗൃഹജോലികൾ വേണ്ടത്ര ചെയ്യാൻ പറ്റിയോ ഇല്ലയോ കഷ്ടമാണ്, നിശ്ചല. പക്ഷെ അത്രയേ വേണ്ടൂ. അത് ഗൃഹത്തിലുള്ള എല്ലാവരും അത്ര മതി എന്ന് അവരും, അച്ഛനായാലും മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും അതേപോലെ കുട്ടികളായാലും ശരി, അവർക്ക് അത്ര മതി. പശുക്കളായാലും അതെ, എല്ലാവരും കൃഷ്ണൻ്റെ അടുത്തേക്ക് അത്രയേ ഉള്ളൂ, ഗോപികമാർ പോയിക്കോട്ടെ എന്നാണ്. അപ്പം ഇങ്ങനെ ഗോപികമാർ സദാസമയത്തും യശോദയുടെ ഗൃഹത്തിലെ കൃഷ്ണനുമായിട്ടുള്ള സമ്പർക്കം. അപ്പോൾ യശോദയ്ക്ക് അതിൻ്റെ വേറെ ചില അനുഭവങ്ങളെ ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. 46-ാമത്തെ ദശകം 1-ാമത്തെ ശ്ലോകം. അയി ദേവ പുരാ കില ത്വയി സ്വയമുത്താനശയേ സ്തനന്ധയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വമജഷ്ടവല്ലവീ. അയ്യ ദേവ, അല്ലയോ ഭഗവാനെ. മേൽപ്പത്തൂര് ഗുരുവായൂരമ്പലത്തിൽ ഇരുന്നിട്ട് ശ്രീകൃഷ്ണനോട് പറയാണ്, ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ, പുരാകില പണ്ടൊരു സമയത്ത് ഇതേപോലെ സ്തനന്ധയെ ത്വയി, അങ്ങ് മല കുടിക്കുന്ന സമയത്ത് അമ്മയുടെ മടിയിൽ നിന്ന് മുല കുടിക്കുകയാണ്. ആ സമയത്ത് സ്വയം ഉത്താനശയെ, ആ അമ്മയുടെ മടിയിൽ ഇങ്ങനെ മലർന്ന് കിടക്കുന്നു. അപ്പോൾ അമ്മ സദാസമയത്തും ഉണ്ണിയെ മാത്രമാണ് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് സ്ഥലം കൊടുക്കുന്ന സമയത്ത്. അതേപോലെ മലർന്ന് കിടക്കുന്നതായിട്ടുള്ള ഉണ്ണി പരിജൃംഭണതഃ, കുറേ മല കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കമുണ്ടാവും. അപ്പോൾ ആ ഉറക്കം അതിൻ്റെ മുന്നേ ഒരു കോട്ടുവായ അങ്ങനെയൊക്കെ പതിവുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു കോട്ടുവായ ഇട്ടപ്പോൾ വ്യപാവൃതേ, നല്ലോണം വായ തുറന്നിട്ടൊരു കോട്ടുവായ ഇട്ടു. വദനെ, അപ്പോൾ ആ തുറന്ന വായയിൽ ആ മുഖത്തിൽ വല്ലവി വിശ്വം അജഷ്ട, ഈ ഗോപസ്ത്രീയായിട്ടുള്ള യശോദ സകല ലോകവും കണ്ടു എന്നാണ്. വിശ്വം കണ്ടു എന്നുള്ള സാരം ബ്രഹ്മാണ്ടം കണ്ടു എന്നാണ്. ഇപ്പോൾ ഭുവനം മുഴുവൻ കണ്ടു എന്നാണ്. അതായത് ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഈ ചെറിയ കുട്ടി ആയിട്ടുള്ള സമയത്ത് വായിൽ കാണിച്ചു കൊടുക്കുന്നതും, അതേപോലെ മണ്ണ് തിന്നു എന്ന് പറയുന്ന സമയത്ത് ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത്, അപ്പോഴും ഇവിടെ ബ്രഹ്മാണ്ടത്തെയൊക്കെ കാണിച്ചു കൊടുത്തു എന്നും, രണ്ടാമത്തേല് താത്വികമായിട്ടുള്ള വശങ്ങളെ മുഴുവൻ കാണിച്ചു കൊടുത്തു എന്നുമാണ്. ഇപ്പോൾ രണ്ട് ദിക്കിലും ഒരേപോലെ തന്നെ എഴുതിയിട്ടുണ്ടാവുക, പക്ഷേ വ്യത്യാസം ഇതാണ്. ഒന്ന് താത്വികമായിട്ട് കാണിച്ചു കൊടുത്തു, തത്വസൃഷ്ടി ഭഗവാന്റെയാണ്. അതിനുശേഷം കാണിക്കുന്ന വിശ്വസൃഷ്ടിയൊക്കെ ബ്രഹ്മാവിൻ്റെയാണ്. വിശ്വത്തിൽ എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരുടെ സൃഷ്ടിയാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചു കൊടുത്തത് വിശ്വത്തെയാണ്. അങ്ങനെ ഐ ദേവ പുര കില ത്വയി സ്വയം ഉത്താനശയെ, ഉത്താനശയെ എന്നുള്ള സാരം മലർന്ന് കിടക്കുക എന്നുള്ള ആ ഒരു സമയത്രേ ഉള്ളൂ. മല കുടിക്കുന്ന സമയത്ത് എന്തായാലും മലർന്ന് കിടക്കുകയാണ്. അതേപോലെ തന്നെ കുറച്ചു മണിയാണ് കഴിഞ്ഞിരിക്കണു, ആ സമയത്ത് തന്നെയാണ്. മുട്ടുകുത്തി നടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണെന്നാണ് പറയാറ് ആചാര്യന്മാർ. ഏതായാലും അങ്ങനെ മലർന്ന് കിടക്കുന്ന സമയത്ത് സ്തനന്ധയെ, സ്തനം കൊടുക്കുന്ന സമയത്ത് പരിജൃംഭണതോ, കൊട്ടുവായിട്ടു, വ്യപാവൃതേ, വായ നല്ലോണം പൊളിച്ചു, വായ വലുതാക്കി എന്നർത്ഥം. വദനെ, ആ മുഖത്തിൽ ഈ വായയിൽ വിശ്വം അജഷ്ട, വിശ്വത്തെ മുഴുവൻ കണ്ടു. വല്ലവി, ഈ ഗോപസ്ത്രീ. പുനരപ്യഥ ബാലകൈ സമം ത്വയി ലീലാ നിരതേ ജഗൽപദേ ഫലസഞ്ജയ വഞ്ചനകൃത തവ മൃദ്ഭോജനമൂചുരർഭഗാം
അല്ലയോ ജഗൽപതേ. അഥ പിന്നീട് ഇവിടെ വീണ്ടും പറയുകയാണ്, വേറൊരു സന്ദർഭത്തിലും പുനരപി ത്വയി ബാലകൈഹി സമം, വീണ്ടും ഒരു സന്ദർഭത്തില് ഈ കൂട്ടുകാരോടൊപ്പം ബാലകൈഹി സമം ലീലാനിരതെ, ലീലയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അർഭകാഹ, ഈ കുട്ടികള് ഫലസഞ്ചയ വഞ്ചനകൃത, ഫലം പഴം, അനവധി മരങ്ങളിൽ നിന്നുള്ള ചെടികളിൽ നിന്നുള്ള വിവിധ തരങ്ങളായിട്ടുള്ള പഴങ്ങള്, അല്ലാണ്ട് ഒറ്റ മരത്തിന്റെ പഴമാണെന്ന് പറഞ്ഞിട്ടില്ല, നല്ല സ്വാദുള്ള പഴങ്ങൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ആ പഴം അത് ഒന്നിച്ച് എല്ലാവരും കൂടിയിട്ട് സംഘടിപ്പിച്ചു. എന്നിട്ട് അത് കൃഷ്ണനെ സൂക്ഷിച്ചു, കൃഷ്ണൻ്റെ കൊടുത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാൻ അതെല്ലാം എന്ത് ചെയ്തു? വഞ്ചനകൃത. ഭഗവാൻ ഈ ഫലസഞ്ചയത്തെ മുഴുവൻ വഞ്ചിച്ച് ആഹരിച്ചു എന്നതാണ്. ആർക്കും കൊടുത്തില്ല, മുഴുവൻ സ്വതേ ആ വീട്ടുകാർക്ക് കൂടി കൊടുക്കാനുള്ള അത്രയും കൂടുതൽ പഴമുണ്ട്. അത് മുഴുവൻ ഭഗവാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നു. സാധാരണ പറ്റില്ല, ഒരാൾക്ക് സാധിക്കില്ല, ഈ കുട്ടികൾക്കൊന്നും പറ്റില്ല. അപ്പോൾ ഭഗവാൻ ഇത് മുഴുവൻ തിന്നു കഴിഞ്ഞപ്പോൾ ബലരാമന് കൂടി കൊടുത്തില്ല, ഏട്ടന് കൂടി കൊടുത്തില്ല, അതാ രസം. അപ്പോൾ ഈ വഞ്ചിച്ചതിലുള്ള ഈ ഒരു ദേഷ്യം ഉണ്ടല്ലോ, അത് തവ മൃൽ ഭോജനം ഊജിരേ, ഭഗവാനെ അങ്ങ് മണ്ണ് തിന്നു എന്നുള്ളത് ആ കുട്ടികളൊക്കെ പറഞ്ഞില്ലേ, ഏട്ടനും പറഞ്ഞു എന്നാ. കുട്ടികളാൽ ഏട്ടൻ സ്വാധീനിക്കപ്പെട്ടു, കാരണം ഏട്ടനും കിട്ടിയില്ല പഴയ, അതാണ്. രണ്ടാമത്തെ ശ്ലോകത്തിലും ആവർത്തനം ആണ് വന്നത്. ആദ്യത്തേല് വിശ്വം കാണിച്ചു മുല കുടിക്കുന്ന സമയത്ത് ഒന്ന് കോട്ടുവായിട്ടപ്പോൾ, രണ്ടാമത്തേല് ഈ വായര് വീണ്ടും താത്വികമായിട്ടുള്ളതെല്ലാം കൂടി കാണുകയാണ്. അപ്പോൾ അവിടെ അമ്മയും കാണും മകനെയും കാണും. പുനഃ അഭി അഥ ബാലകൈഹി സമം ത്വയി ലീലാനിരതേ ജഗൽപദേ ഫലസഞ്ചയ വഞ്ചനകൃത തവ മൃദ് ഭോജനം ഊചുഹു അർഭകാഹ. അപ്പോൾ ജഗത്തിന്റെ പതിയായിട്ടുള്ള ഭഗവാനെ അങ്ങ് വീണ്ടും മറ്റൊരു ദിവസം ഈ കൂട്ടുകാരോട് കൂടിയിട്ട് കളിച്ചു കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഈ കുട്ടികള് കുറേ അനവധി പഴങ്ങൾ കൂട്ടിവെച്ചു. അതെല്ലാം കൃഷ്ണനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുത്തു. അപ്പോൾ കൃഷ്ണൻ അത് സൂക്ഷിച്ചു, ഉറുമ്പ് കിടക്കാത്ത പത്തായത്തിൽ സൂക്ഷിച്ചു. അപ്പോൾ ആർക്കും കൊടുത്തില്ല, കണ്ടമാനുണ്ടേ, ഒരാൾ കൂട്ടിയാൽ പറ്റില്ല തിന്നെ. എന്നിട്ടും ഭഗവാൻ അത് മുഴുവൻ കഴിച്ചു. അപ്പോൾ ഭഗവാന് പല കഴിവുണ്ടല്ലോ, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് തരണ്ടേ എന്നതാണ് ചോദ്യം. ഏട്ടനും കൂടിയും കൊടുക്കാതെ എണ്ണ മുഴുവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ മുഴുവൻ തിന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ദേഷ്യമായി. അവര് ആ വഞ്ചന കാരണം കൊണ്ടുള്ള ശുണ്ഠി കൊണ്ട് തവ മൃൽഭോജനം ഊചിരേ, അങ്ങയെ ആരോപിച്ചു. എന്താ ആരോപിച്ചത്? മണ്ണ് തിന്നു, അതാണ് മണ്ണ് തിന്നു എന്ന് പറഞ്ഞ് അത് ഏട്ടനും കൂടി പറഞ്ഞു എന്നാ. അയിതേ പ്രളയാവധോ വിഭോ ക്ഷിതിതോ യാതി സമസ്ത ഭക്ഷിണ മൃദുപാശനതോ രുജാ ഭവേത് ഇതി ഭീതാ ജനനീ ചുകോപസ. അയ്യേ വിഭോ, അല്ലയോ ഭഗവാനെ, അങ്ങ് പ്രളയാവധു, ഈ പ്രളയകാലത്തില് എന്നുവെച്ചാൽ കൽപ്പം കഴിഞ്ഞുള്ള അടുത്ത പ്രളയത്തില്, അതല്ലെങ്കിൽ നിത്യമായാലും വേണ്ടില്ല, നൈമിത്തികായാലും വേണ്ടില്ല, ഇനി പ്രാകൃതികായാലും വേണ്ടില്ല, ആത്യന്തികായാലും വേണ്ടില്ല, സമയമായി കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്യും? എന്തൊക്കെയാണോ ലയിപ്പിക്കേണ്ടത് വെച്ചാൽ അതൊക്കെ ലയിപ്പിക്കും. അങ്ങനെ പ്രളയാവധൗ ക്ഷിതി തോയാതി സമസ്ത ഭക്ഷിണ. ക്ഷിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി, തോയം എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പോൾ പഞ്ചഭൂതങ്ങളെ മുഴുവൻ ലയിപ്പിക്കും പ്രളയത്തിൽ. എങ്ങനെയാണ്? അപ്പോൾ ക്ഷിതി തോയാതി സമസ്ത ഭക്ഷിണ, താത്വികമായിട്ട് അതെല്ലാം ക്ഷയിപ്പിക്കും ഭഗവാൻ. അത് ലയിപ്പിക്കുക ചെയ്യുക, മഹാദേവനെ കൊണ്ടാണ് ചെയ്യിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അങ്ങനെ തേ പാശനത അങ്ങക്ക് ഈ മൃദ് ഉപാശനത, മൃദ് എന്ന് വെച്ചാൽ മണ്ണ്, മൃത്ത് മണ്ണ്, അത് ഉപാശനത, അത് മുഴുവനെ തിന്നു എന്നത് കാരണം കൊണ്ട് ബാക്കിയുള്ളവരോട്ടൊക്കെ കഴിക്കുമല്ലോ, പ്ലസ് ഇതും കഴിച്ചു, അങ്ങനെയാണ് മണ്ണ് കൂടി തിന്നു എന്നാ. അപ്പോൾ രുച, അത് രോഗം വരില്ലേ? മണ്ണ് കൂടെ തിന്നു കഴിഞ്ഞാൽ മണ്ണ്, ചാണപ്പുളുക്ക, ഇതൊക്കെ തിന്നണ ഈ ചാണം മെഴുകിയിട്ട് അതിൻ്റെ അതിങ്ങനെ പൊന്തി വരും ഉണങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു ലെയർ ഉണ്ടാവും. ആ ലെയർ കുട്ടികൾ, ചില ഗ്രഹണി പിടിച്ച കുട്ടികൾ, അങ്ങനെ ചിലരൊക്കെ അത് തിന്നും. അപ്പോൾ തിന്നു കഴിഞ്ഞാൽ ചില അസുഖം മാറാനും അത് നന്ന്, അതേപോലെ തന്നെ അസുഖം വരാനും നന്ന്. അസുഖമൊന്നും ഇല്ലാത്തവർക്ക് അസുഖം വരാനും, ഇങ്ങനെയുള്ള ചില ഗ്രഹിണികൾക്ക് അത് അസുഖം, ചാണകമൊക്കെ തിന്നാൻ നന്നത്രേ. എന്തൊക്കെയാ തിന്നാൻ നിശ്ചയില്ല, തോന്നിയതൊക്കെ തിന്നുന്ന.
അതൊരു വല്ലാത്തൊരു സൂക്കടാണ്. ഏതായാലും അങ്ങനെ വല്ലതും ഈ ഉണ്ണിക്ക് സംഭവിക്കുമോ എന്ന് കണക്കാക്കിക്കൊണ്ട് രുചിയാഭവേദ രോഗം ഉണ്ടാവില്ലേ എന്ന് ഇത് ഭീത സാ ജനനി ഇങ്ങനെ വളരെയധികം പേടിച്ചുകൊണ്ട് ആ യശോദ കോപിച്ചു. കൃഷ്ണനോട് മണ്ണ് തിന്നതിൻ്റെ പേരിൽ അമ്മ യശോദ ഉണ്ണിക്ക് രോഗം വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ഉണ്ണിയോട് കോപിച്ചു. ഐ തേ പ്രളയാവധോ, ഭഗവാനെ അങ്ങയുടെ ഈ അങ്ങ് സാധാരണഗതിയിൽ സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്നയാളാണ്. അപ്പോൾ ആ സംഹാരം എപ്പോഴാണ് ചെയ്യുക? പ്രളയം വരുന്ന സമയത്താണ്. ആ സമയത്ത് വിഭോ ഭഗവാനെ ക്ഷിതി തോയാദി സമസ്ത ഭക്ഷിണ, പൃഥിവ്യ തേജോവായു ആകാശം തൊട്ടുള്ള ഓരോന്നും ദ്രവ്യായാലും കർമ്മായാലും കാലായാലും സകലതും ഇന്ദ്രിയായാലും ഒക്കെ ഭഗവാൻ മനസ്സുൾപ്പെടെ, മനസ്സൊന്നും ഉണ്ടാവില്ല ആ സമയത്ത്, കംപ്ലീറ്റ് ഭഗവാൻ എന്ത് ചെയ്യും? ലയിപ്പിക്കും. പിന്നെ വീണ്ടും ഈ ജീവനോട് കൂടിയിട്ട് നിൽക്കുന്ന മനസ്സിനെ പുറത്തേക്ക് വിടുമ്പോഴേ, അത് സൃഷ്ടി തുടങ്ങുമ്പോൾ മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ. അങ്ങനെ മൃത് ഉപാസനത, അപ്പോൾ മണ്ണും ഒപ്പം തിന്നു എന്നുള്ള കാരണം കൊണ്ട് രുചാഭവേദ രോഗം വന്നു വെച്ചാലോ എന്ന് കണക്കാക്കിക്കൊണ്ട് ഭീത പേടിച്ചു പോയിട്ട് ആ ജനനി ഈ യശോദാമ്മ ചുകോപ സാ നന്നായിട്ട് തന്നെ കുറച്ചൊരു ശുണ്ഠിയെടുക്കലുണ്ടായി മകനോട് എന്നാണ്. സാ ഏത് അത്യധികം സ്നേഹത്തോടു കൂടിയിരിക്കുന്ന ആ യശോദാമ്മ. അയേ ദുർവിനയാത്മക ത്വയാ കിമു മൃത്സാബത വത്സഭക്ഷിത ഇതി മാതൃഗിരം ചിരം വിഭോ വിദധാം ത്വം പ്രതിജഗ്നിഷേ ഹസൻ. അയേ ദുർവിനയാത്മക, വിനയമില്ലാത്തവനെ. ആരോട്? കൃഷ്ണനോടെ. കൃഷ്ണന്റെ അത്ര വിനയം വേറെ ആർക്കുമില്ല. കൃഷ്ണന്റെ അത്ര ഈ ശാന്തത തൊട്ടുള്ള പോസിറ്റീവ്സ്, അപ്പൊ അത്രയും കൂടുതൽ വേറെ ആർക്കും ഒന്നുമില്ല. എങ്കിലും അമ്മ പറയാണ്, അയ്യേ ദുർവിനയാത്മക, അല്ലയോ നിനക്ക് ഒട്ടും വിനയില്ലാത്തവനായിട്ടുള്ള കൃഷ്ണ, നീ വത്സ എന്ന സ്നേഹത്തോട് കൂടിയിട്ട് പുത്ര എന്ന് വിളിക്കുകയാണ്. ത്വയാ കിം മൃത്സ ഭക്ഷിത, എന്തിനു വേണ്ടിയിട്ടാ നീ ഇപ്പോൾ മണ്ണ് തിന്നത്? ബദ പറയൂ, കഷ്ടം. ഇതി മാതൃകിരം, ഇങ്ങനെ അമ്മയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഹേ വിഭോ ഭഗവാനെ ചിരം ത്വം ഹസൻ, അങ്ങ് കുറച്ചു നേരം ഒന്നിങ്ങനെ ചിറിച്ചു. എന്നുവെച്ചാൽ ചിരിച്ചു എന്നാ പറയണ്ട, അതോ ഇനി ഒന്ന് അമ്മയെ കളിയാക്കി ചിരിച്ചു. ഏതായാലും ചിരിച്ചു. വിദധാം പ്രതിജഗ്നിഷേ, വിദധാം ഇതെല്ലാം മിഥ്യയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു എന്നാണ്. പ്രതിജഗ്നിഷേ എന്തൊക്കെയാ ഉറപ്പിച്ച് പറഞ്ഞത്? ഞാൻ മണ്ണ് തിന്നു എന്ന് ആരെയും അമ്മോട് പറഞ്ഞത്? കുട്ടികളല്ലേ. ആ കൂട്ടുകാര് എന്തോ ചില ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പറയണത്. ഞാൻ മണ്ണ് തിന്നിട്ടില്ല കേട്ടോ അമ്മേ. ഇതാണ് പ്രതിജഗ്നിഷേ, നിഷേധിച്ച് പറഞ്ഞു. വിദധാം, ഇത് മിഥ്യയാണ്, തെറ്റാണ്, ഞാൻ തിന്നിട്ടില്ല. അയ്യേ ദുർവിനയാത്മക, അല്ലയോ വിനയില്ലാത്ത ശ്രീകൃഷ്ണ, അല്ലെങ്കിൽ എൻ്റെ പുത്ര, ത്വയാ നിന്നാൽ ഇപ്പോ കിമു മൃത്സാബത, നീ മണ്ണ് തിന്നുവോ കുട്ട? വത്സ ഭക്ഷിത, തിന്നോ? ഇത് മാതൃകിരം, ഇങ്ങനെ അമ്മയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ചിരം വിഭോ, സ്ഥിരമായി കുറച്ച് നേരം. എന്നിട്ടോ വിഭോ എന്താ ചെയ്തത്? വിദധാം പറയാണ്, മിഥ്യയാണ്, ഇത് ശരിയല്ല, തെറ്റാണത്. ത്വം പ്രതിജഗ്നിഷേ, എന്നിട്ടോ അത് നിഷേധിച്ചു കൊണ്ട് പറഞ്ഞു, ഉറപ്പിച്ചിട്ടാണ് ഇനി പറഞ്ഞത്, ഇത് തെറ്റാണ് കേട്ടോ, അമ്മ കേട്ടത് തെറ്റാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഹസൻ, എന്നിട്ട് കുറച്ച് ചിരിക്കുകയും ചെയ്തു. അതാണ്. ഇനിയോ 5ാമത്തെ ശ്ലോകം. അയ്യത്തെ സകലൈർവിനിശ്ചിതേ വിമതിശ്ചേത് വദനം വിദാര്യതാം ഇതി മാതൃവിഭത്സിതോ മുഖം വികസൽ പത്മനിഭം വ്യധാരയാം. അയി സകലൈഹി, അല്ലയോ കൃഷ്ണ, സകലൈഹി എല്ലാവരാലും, വിനിശ്ചിത നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള ഈ കാര്യത്തിൽ തേ അങ്ങേക്ക് വിമതിഹി ചെയ്ത് ഭിന്നാഭിപ്രായമാണ് ഉള്ളത് എങ്കിൽ വദനം അങ്ങയുടെ ഈ മുഖം വിദാര്യതാമിതി തുറന്നാലും വായ തുറക്കൂ, ഉണ്ണി വായ തുറക്കൂ. മാതൃവിഭത്സിത, ഇങ്ങനെ യശോദയാൽ അമ്മയാൽ കുറച്ചൊരു ശുണ്ഠി എടുത്തിട്ടുള്ള പറയല്, ഒരു ഭത്സിക്കൽ, ഒരു ചീത്തറയല്. എന്നാൽ വായ തുറക്കുക. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ചെയ്തു, മുഖം വികസൽ പത്മനിഭം വ്യധാരയാം, ആ മുഖം വികസത് നന്നായിട്ട് വിടർന്നു നിൽക്കുന്നതായിട്ടുള്ള പത്മനിഭം, താമരപ്പൂവിൻ്റെ പോലെ. താമരപ്പൂവ് അങ്ങോട്ട് വിടർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉണ്ടാവുക, അതേപോലെ സ്വന്തം വായ അങ്ങോട്ട് തുറന്ന് കാണിച്ചു. വ്യധാരയ, കീറി എന്നാണ്.
വായ കീറാച്ചാൽ വായ തുറന്നു. വായ നല്ലോണം അങ്ങോട്ട് പൊളിച്ചു. വലിയ വായായിട്ട്, കോട്ടുവായായിട്ട പോലെ തന്നെ വലിയൊരു വായായിട്ടാണ് പൊളിച്ച് കാണിച്ചു കൊടുത്തു. തുറന്ന് കാണിച്ചു കൊടുത്തു വായ. അയിതേ സകലൈഹി വിനിശ്ചിതേ. ഇങ്ങനെ എല്ലാവരാലും നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള ഈ കാര്യത്തില് എന്താ നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള കാര്യം? ഭഗവാൻ മണ്ണ് തിന്നു എന്ന് പറഞ്ഞത് യശോദ കുറച്ച് വിശ്വസിച്ചു. അതുകൊണ്ടാ ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ടത് കൊണ്ട് തേ വിമതിഹി ചെയ്ത്. അങ്ങനെ ഭിന്നാഭിപ്രായമാണ് കൃഷ്ണനുള്ളത് എങ്കിൽ നീ മണ്ണ് തിന്നിട്ടില്ലാച്ചാൽ പറയേ. വചനം നിന്റെ മുഖമൊന്ന് ഞാൻ കാണട്ടെ, വിതാരിതാവെന്ന് തുറക്ക് കാണട്ടെ. മാതൃഫലസ്ഥിത. ഇങ്ങനെ അമ്മ കുറച്ച് ചുണ്ടെടുത്ത് പറഞ്ഞപ്പോ മുഖം വികസത് പത്മനിഭം വ്യധാരയ. ആ മുഖത്തെ ഒരു താമരപ്പൂവ് എങ്ങനെയാണോ വിടർന്നാ കാണുക അതേപോലെ മുഖം വികസിച്ച് മുഖം വിടർത്തി കാണിച്ചു കൊടുത്തു. അപി മൃല്ലവദർശനോത്സുകാം ജനനീം താം ബഹുതർപ്പയന്നിവ പൃഥിവീം നിഖിലാം ന കേവലം ഭുവനാന്യപ്യഖിലാന്യതീദൃശാം. അപ്പോളോ മൃല്ലവദർശനോത്സുകാമപി, അല്പമെങ്കിലും മണ്ണ് കാണുവാൻ. മൃത്ത് ലവ ദർശനം. മൃത്ത് എന്നുള്ളത് മണ്ണ്, ലവം എന്ന് വെച്ചാൽ ഒരു ഇത്തിരിയെങ്കിലും, കുറച്ച് എങ്കിലും. മൃത് ലവ ദർശനം കാണണം എന്ന് ഉത്സുകാം, നല്ലോണം താല്പര്യത്തോട് കൂടിയിട്ട്, ഔത്സുക്യത്തോട് കൂടിയിട്ട് ആ അമ്മ അങ്ങനെയാണ് എങ്കിലും താം ജനനിയും ആ അമ്മയെ വളരെ തർപ്പയന്നിവ കുളിർപ്പിക്കുന്ന രീതിയിൽ, തർപ്പയന്നിവ അല്ലെങ്കിൽ സമർപ്പിക്കുന്ന രീതിയിൽ ത്വം അങ്ങ് നിഖിലാം പൃഥിവിയും മുഴുവൻ ഭൂമിയും ന കേവലം, അതുമാത്രമല്ല അഖിലാനി മുഴുവൻ എന്തൊക്കെയാ ഭുവനാനി ഈ പ്രപഞ്ചത്തിലുള്ള ബ്രഹ്മാണ്ടത്തിലുള്ള ഓരോന്നും അതേ ദൃശ കാട്ടിക്കൊടുത്തു. അപ്പൊ എന്തൊക്കെ കാട്ടിക്കൊടുത്തു എന്ന് ചോദിക്കരുത്. അമ്മയ്ക്കൊരു ഇത്തിരി മണ്ണ് എൻ്റെ മുഖത്ത് കാണണമെന്നല്ലേ, അമ്മ വായിൽ കാണണമെന്നല്ലേ അമ്മ നിരീച്ചുള്ളൂ. അമ്മയെ ഇത്തിരി അല്ല കേട്ടോ, മുഴുവൻ കണ്ടോളൂ. ഭൂമി മുഴുവൻ ഇതാ കണ്ടോളൂ. അപ്പൊ ഭൂമി മുഴുവനാണോ? അല്ല, 14 ലോകങ്ങളും കാണിച്ചു കൊടുത്തു. ബ്രഹ്മാണ്ടം മുഴുവൻ. ഇനി അതിൽ സൂര്യാന്തരന്മാരെ തൊട്ടുള്ള സകലമുണ്ടേ. ഇന്നത് മാറ്റി വയ്ക്കൊന്നും വേണ്ട. കേട്ടതും കണ്ടതുമായിട്ടുള്ള മുഴുവനും അതിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ താത്വികം മുഴുവനെന്ന് പറയുമ്പോൾ ഈ ചൂടും തണുപ്പും ഒക്കെ ഉണ്ടായില്ലേ, അതാണ് ഇതൊക്കെ കാണാൻ പറ്റുമതാ. ചൂടും തണുപ്പ് എങ്ങനെയാ കാണുക? അങ്ങനെയൊന്നും ചോദിക്കരുത്. അമ്മ മകന് ഇത് മുഴുവനെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്, അനുഭവിപ്പിച്ചു കൊടുത്തു. അമ്മ ആരാണ്? കൃഷ്ണന്റെ അമ്മയായിട്ട് വന്നതാണ്. അതുകൊണ്ടാണ്. അപ്പൊ കൃഷ്ണന്റെ അമ്മ ആരാവണം? എല്ലാ അർത്ഥത്തിലും കൃഷ്ണനെ മുഴുവൻ മനസ്സിലാക്കണം. അത് താൽക്കാലികമേ ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ, അത് പെർമനന്റ് ആയിട്ട് നിൽക്കൊന്നുമില്ല. അപ്പോ അത് മുഴുവൻ കാണിച്ചു കൊടുത്തു. അപ്പി മൃൽ ലവദർശന ഉത്സുകാം ജനനീം താം ബഹുതർപ്പയന്നിവ. എന്നാൽ അത് മുഴുവനാണ് കാണിച്ചു കൊടുക്കാം. കുറച്ച് കാണണം എന്നല്ലേ ആഗ്രഹിച്ചുള്ളൂ. അങ്ങനെ ആഗ്രഹിച്ചതായിട്ടുള്ള ഈ ഔത്സുക്യം ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മുഴുവനായിട്ട് കൊടുത്തു. ഞാനിപ്പോൾ ഒട്ടും ബാക്കിയാവണ്ട. ബ്രഹ്മാണ്ടം മുഴുവനെ കാണിച്ചു കൊടുത്തു. പൃഥിവിയും നിഖിലാം എന്ന കേവലം. ഇനി പൃഥ്വി തേജോ വായു ആകാശം അങ്ങനെ അത് മാത്രമൊന്നല്ല, പഞ്ചഭൂതങ്ങൾ മാത്രമൊന്നല്ല, സകലതും ഈ ബ്രഹ്മാണ്ടത്തിലെ ഭുവനാനി അഭി അഖിലാനി അതീദൃശ മുഴുവനായിട്ടും കാണിച്ചു കൊടുത്തു. കുഹജിത് വനമംബുധി ക്വജിൽ ക്വജിദഭ്രം കുഹജിത് രസാതലം മനുജാതനുജ ക്വജിൽ സുരാദൃശേ കിം ന തദാ ത്വദാനനേ. കുഹജിത് ഒരിടത്ത് വനം ദൃശേ കാണപ്പെട്ടു. പിന്നെ ഭൂമിയിൽ എന്തൊക്കെയാണ് കാണപ്പെട്ടത് എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് കാട് കാണിച്ചു കൊടുത്തു. പിന്നെ കൊജിത് അമ്പുധി ഒരു സ്ഥലത്ത് സമുദ്രത്തെ കാണിച്ചു കൊടുത്തു. കൊജിത് അഭ്രം വേറൊരു സ്ഥലത്ത് ആകാശം കാണിച്ചു കൊടുത്തു. കുഹജിത് വേറൊരു ഭാഗത്ത് രസാതലം പാതാളം കാണിച്ചു കൊടുത്തു. കൊജിത് മനുജാഹ കുറേ മനുഷ്യരെ ഒരു സ്ഥലത്ത് കാണിച്ചു കൊടുത്തു. ധനുജാഹ കുറേ അസുരന്മാരെ കാണിച്ചു കൊടുത്തു. സുരാഹ ദേവന്മാരെ കാണിച്ചു കൊടുത്തു. തഥാ തുദാനനെ. അപ്പോൾ ആ അങ്ങയുടെ വായില് കിം ന തദൃശേ എന്തൊക്കെ കാണപ്പെട്ടില്ല. അത് ശ്ലോകം അങ്ങനെയാ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അധോലോകത്തിലുള്ളതും ഊർധ്വലോകത്തിലുള്ളതും ഭൂമിയിലുള്ളതും 14 ലോകത്തിലും എന്തൊക്കെയാണോ ഉള്ളത് അതിലുള്ള വിഭവങ്ങളെ മുഴുവൻ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് കടലും കാടും മലയും മനുഷ്യരെയും ദേവന്മാരെയും അസുരന്മാരെയും ഇനി ബാക്കി എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ഉണ്ടേ. മുനി ഋഷി വേദം പുസ്തകം എന്ന് പറഞ്ഞിട്ടേ പാമ്പായാലും വേണ്ടില്ല, പക്ഷിമൃഗാദികളായാലും വേണ്ടില്ല. അത് ഭൂമിയിലത്തെ അല്ലെങ്കിൽ ഈ ഭുവനത്തിലെ എന്ന് കൂട്ടുക, അല്ലെങ്കിൽ 14 ലോകത്തിലെ എന്ന് കൂട്ടുക. അതല്ല, അതിൻ്റെ അപ്പുറത്തുള്ള താത്വിക സൃഷ്ടി സകലതും കാണിച്ചു കൊടുത്തു. മനസ്സിലായോ? അത്രേ വേണ്ടു. ഇവർക്ക് അത്രേ വേണ്ടു. മനസ്സിലാക്കാനുള്ള വൈക്കം കഴിയും. കുഹജിത് വനം അമ്പുധി ക്വജിത് ചില സ്ഥലത്ത്
വനം കാണിച്ചു കൊടുത്തു, ചില സ്ഥലത്ത് സമുദ്രം കാണിച്ചു കൊടുത്തു, ചില സ്ഥലത്ത് ആകാശം കാണിച്ചു കൊടുത്തു, ചില സ്ഥലത്ത് അധോലോകങ്ങളെല്ലാം രസാതലം തൊട്ടുള്ള ഓരോന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ മനുഷ്യരെ കാണിച്ചു കൊടുത്തു, അസുരന്മാരെ കാണിച്ചു കൊടുത്തു, ദേവന്മാരെ കാണിച്ചു കൊടുത്തു, മനുജ ധനുജ സുര. പിന്നെയോ ദദൃശേക്കും ന തഥാ തുദാനനെ. ആ വായിൽ പിന്നെ എന്താ കാണാത്തത്? ഒന്നും കാണാത്തതായിട്ടില്ല. ഇങ്ങനെ മുഴുവൻ കാണിച്ചു കൊടുത്തു. കലശാംബുധിശായിനം പുനഃ പരവൈകുണ്ഠപദാധിവാസിനം സ്വപുരശ്ച നിജാർഭകാത്മകം കവിധാ ത്വാം ന ദദർശ സാമുഖേ. പിന്നെ പറയാണ് സാമുഖേ ത്വാം കലശാംബുധിശായിനം. യശോദ ആ ഭഗവാന്റെ ഈ കുഞ്ഞ് ശ്രീകൃഷ്ണന്റെ വായില് അങ്ങയെ പാലാഴി പള്ളി കൊള്ളുന്നതായിട്ടുള്ള ആ അനന്തപത്മനാഭനായിട്ടുള്ള നാരായണനെ കൂടി കാണിച്ചു കൊടുത്തു. പാലാഴിനാഥനെ കൂടി വൈകുണ്ഠനാഥനെ കൂടി കാണിച്ചു കൊടുത്തു. കലശാംബുധിശായിനം, ഈ പാലാഴിയിൽ പള്ളി കൊള്ളുന്നതായിട്ടുള്ള പുനഃ പരവൈകുണ്ഠ പദ അധിവാസിനം, വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള വൈകുണ്ഠത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ സ്വപുരഹ, തൻ്റെ വൈകുണ്ഠം, നിജാർഭകാത്മകം, തൻ്റെ മകനായിട്ടും കഥിത എന്തെല്ലാം തരത്തിൽ നദദർശ കണ്ടില്ല. അമ്മയും മകനെയും കാണിച്ചു കൊടുത്തു. വിഷ്ണുവായിട്ട് കാണിച്ചു കൊടുത്തു, നാരായണനായിട്ട് കാണിച്ചു കൊടുത്തു, വൈകുണ്ഠനാഥനായിട്ട് കാണിച്ചു കൊടുത്തു, വൈകുണ്ഠത്തെ കാണിച്ചു കൊടുത്തു. വൈകുണ്ഠത്തിലെ ആ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനെ ആ വൈകുണ്ഠത്തിലുണ്ടേ, അത് മുഴുവനെ കാണിച്ചു കൊടുത്തു. എന്നിട്ടോ ഒടുക്കം തന്നെയും അതേപോലെ തന്നെ അമ്മയും മകനെയും കൂടിയിട്ട്, അമ്മയോട് ചുണ്ടിയെടുക്കുന്ന മകനോട് ചുണ്ടിയെടുത്ത് നിൽക്കുന്ന അമ്മയും, പേടിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ ഉണ്ണിയും, വായ പൊളിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ ഉണ്ണിയെ കണ്ടു. ഇനി കുറച്ചും കൂടി പറയാറുണ്ട്. ആ വായില് ഈ വായയുടെ ഉള്ളിൽ കാണുന്ന ആ ഉണ്ണിയുടെ വായല് ഇപ്പൊ ഈ കണ്ടതൊക്കെ മുഴുവൻ ആദ്യം കണ്ടു എന്നാ, അത്രയ്ക്കുണ്ട്. ഇപ്പോൾ ഭഗവാന്റെ ഈ ലീലയുടെ രഹസ്യം മുഴുവന് കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. കലശാംബുധിശായിനം പുനഃ പരവൈകുണ്ഠപദാധിവാസിനം സ്വപുരശ്ച നിജാർഭകാത്മകം കഥിധാ ത്വാം ന തദർശ സാമുഖേ. അപ്പോൾ ആ മുഖത്തില് ഈ പാലാഴിനാഥനായിട്ടും വൈകുണ്ഠനാഥനായിട്ടും വൈകുണ്ഠനാഥനെ സ്തുതിക്കുന്നതായിട്ടുള്ള ഓരോന്നായാലും താത്വികായാലും ശരി, വേദമായാലും ശരി, ചില അറിവ് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, അതൊക്കെ സകലവിധം ഈ ബ്രഹ്മാണ്ടത്തിലേക്ക് എന്തെല്ലാം വേണം, എത്ര ബ്രഹ്മാണ്ടങ്ങൾ വേണം, അത്രയും ബ്രഹ്മാണ്ടത്തിലേക്ക് എന്തെല്ലാം വേണം, അത് മുഴുവൻ ഈ നാരായണനില്ല. അത് മുഴുവനെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം താനും അമ്മയും കൂടിയിട്ട്, ഇപ്പോൾ അമ്മ അത് കാണിച്ചു എന്ന് പറയുമ്പോൾ മകൻ ഇങ്ങനെ അതും അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ ഉള്ളിൽ കാണുന്ന ഉണ്ണിയുടെ വായല് ഇപ്പം ഈ കണ്ടതൊക്കെ ആദ്യം കാണിച്ചു. അങ്ങനെയുള്ള സൂത്ര. വികസത് ഭുവനേ മുഖോദരേ നനുഭൂയോപി തഥാ വിധാനന അനയാ സ്ഫുടമീക്ഷിതോ ഭവാനനവസ്ഥാം ജഗതാം ബദാതനോദ. വികസത് ഭുവനെ, ഇങ്ങനെ വികസിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഈ ബ്രഹ്മാണ്ടം, ഭുവനം എന്ന് വെച്ചാൽ ഭൂമി എന്നുള്ള അർത്ഥത്തിലല്ല, ബ്രഹ്മാണ്ടത്തില് മുഖോദരെ ആ വായ്ക്കുള്ളില് ഭൂയഹ അപി വീണ്ടും വീണ്ടും എന്താണ് തഥാവിധാനത, അങ്ങനെ തന്നെയുള്ള ലോകങ്ങളെല്ലാം നിറഞ്ഞ് ആ മുഖത്തോടു കൂടിയ വായോട് കൂടിയതായിട്ടുള്ള അനയ. ആ സമയത്ത് മുഴുവൻ കണ്ടതായിട്ടുള്ള ഈ യശോദലി അനയ, ഈ യശോദ സ്ഫുടം കുറച്ചു നേരം നല്ലോണം മനസ്സിലാക്കി. എന്നുവെച്ചാൽ യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തെ ഉള്ളിലേക്കാണ്ട് കയറ്റി. എന്നിട്ടോ സ്ഫുടം ഈക്ഷിത, നന്നായിട്ട് തന്നെ കാണപ്പെട്ടപ്പോൾ ഭഗവാനെ അങ്ങ് ജഗതാം, ഈ ലോകങ്ങളുടെ അനവസ്ഥാം, പരിധിയില്ലാത്തതായിട്ടുള്ള ഈ അനവസ്ഥ, അതേപോലെ അതനോത് നനു, അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുക തന്നെ ചെയ്തു. ബദ, ആശ്ചര്യം എന്നുവെച്ചാൽ അതിൻ്റെ ബാഹുല്യത്തെ നല്ലോണം മനസ്സിലാക്കി കൊടുത്തു. ഇത് അമ്മയെ അത്ര എളുപ്പമല്ല കേട്ടോ മനസ്സിലാക്കാൻ. ഞാൻ ഇപ്പം എൻ്റെ വായിൽ കാണിച്ചെന്ന് വിചാരിച്ചിട്ടേ അമ്മയ്ക്ക് അത് മനസ്സിലാവുമെന്നൊന്നും ഉറപ്പിക്കണ്ട. അതിൻ്റെ ബൃഹത്ത് എന്ന് പറഞ്ഞത് എത്ര ബ്രഹ്മാണ്ടത്തിൻ്റെ വെച്ചാൽ നിശ്ചല. ബ്രഹ്മാണ്ടത്തിൻ്റെ നായകന്മാരായിട്ട് ഈ വൈകുണ്ഠനാഥന്മാരും കുറേയുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഉണ്ട് ഓരോ വൈകുണ്ഠനാഥന്മാർ. അതേപോലെ തന്നെ ബ്രഹ്മാവസ്ഥയിലുള്ള അവസ്ഥ വേറെയാ. ഇനി അതും കൂടി കാണണോ എന്നുള്ള മട്ടാണ്. അപ്പോൾ എൻ്റെയോ ഈ ബ്രഹ്മാണ്ടത്തിലെയോ ഈ ഭൂമിയിലെയോ എന്തിന് നമ്മുടെ ഈ ശരീരത്തെ പോലും നമുക്കൊന്നും പൂർണ്ണമായിട്ട് അറിയില്ല. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നത്, നേരെ മുമ്പിൽ കേൾക്കുന്നത്, അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കുന്നത്, തൊടുന്നത് ഒന്നും നമുക്കറിയില്ല. കുറച്ച് നമുക്കറിയും. കുറച്ചറിഞ്ഞുകൊണ്ട് പൂർണ്ണാവില്ലല്ലോ.
ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാവുന്നത് വളരെ കുറച്ചാണ്, മനസ്സുകൊണ്ട് സങ്കല്പിക്കാവുന്നത് വളരെ കുറച്ചാണ്. അതിൻ്റെ അപ്പുറത്ത് അനവധി ഉണ്ട്. എത്രയാണ് ബാക്കി വരിക എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ മനസ്സിൽ നിരൂപിക്കാൻ സാധിക്കുള്ളൂ. അതും സ്വസ്ഥത ഉണ്ടെങ്കിലേ നിരൂപിക്കാൻ സാധിക്കുള്ളൂ. ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ധ്യാനിക്കേണ്ടത്? മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കല്പ വികല്പങ്ങളെ ചെയ്തുകൊണ്ട് അതിലേക്ക് താൻ പ്രവേശിക്കുകയാണ് ധ്യാനം കൊണ്ട് ചെയ്യുക. എന്നിട്ടാണ് താതാത്മ്യം വരിക. അത് ജ്ഞാനമുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. എന്നും ജ്ഞാനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കിട്ടും. എന്നും ജ്ഞാനം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇരിക്കെ കെടും. അതെ, ഇരുമ്പ് തുരുമ്പാവണ പോലെ പോവത്. അപ്പോൾ സ്ഥിരമായിട്ട് ധ്യാനം ചെയ്താലോ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ കൂടി വരും. നമ്മളിപ്പോൾ ഒരു വീട് പണിയെടുക്കാനോ ഒരു അമ്പലം പണിയെടുക്കാന്ന് കൂട്ടുക. അപ്പോൾ അമ്പലത്തിൻ്റെ തറ തൊട്ട് തറയ്ക്ക് ഇതൊക്കെ വേണമല്ലോ. അതായത് മണ്ണ് മാറ്റിയിട്ട് തറയ്ക്ക് എത്ര താഴ്ച വേണ്ട വെച്ചാൽ അവിടെ തറക്കല്ലിട്ടു. അങ്ങനെ ക്രമേണയായിട്ട് ഓരോന്നും വേണ്ടേ, കുറ്റിയടിക്കലും അത് സകലതും വേണം. അങ്ങനെ ഓരോന്നായിട്ട് അമ്പലമൊക്കെ കയറ്റി അതിന് ശേഷം അതിൽ പ്രതിഷ്ഠ, അതിൽ കലശം, ഉത്സവം, എന്തെല്ലാം കാര്യങ്ങൾ ഫുള്ളായിട്ട് നടത്തണം. ഒരു തവണ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ അമ്പലം ഉണ്ടാക്കൽ മുതൽ പ്രതിഷ്ഠ നടത്തൽ വരെ തന്ത്രി വന്നിട്ട് ചെയ്യൽ മുഴുവൻ സകലതും ധ്യാനിക്കാൻ പറ്റും യഥാർത്ഥ ജ്ഞാനിക്ക്. അങ്ങനെ സ്ഥിരമായിട്ടിത് ധ്യാനിക്കുകയാണെന്ന് വെച്ചാലോ നമുക്ക് അമ്പലത്തിൻ്റെ പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റും. അമ്പലത്തിനോട് അനുബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ഥലമുണ്ട്, അതിലുള്ള വസിക്കുന്നതായിട്ടുള്ള ജീവജാലങ്ങളുണ്ട്. ഈ ഈശ്വരന് അതിൻ്റെ മറ്റൊരു തലമുണ്ട്. അവിടെ ഒരു വൈകുണ്ഠനാഥുണ്ട്. ആ വൈകുണ്ഠനാഥൻ്റെ കൺട്രോളിലാണ് അത് മുഴുവൻ. അതിൻ്റെ അഷ്ടദിക്പാലന്മാരെ തുടങ്ങി പരിവാരം, ദേവന്മാർ മാത്രമല്ല, ആശ്രിതരായിട്ട് അനവധി ഭക്തന്മാർ, അനവധി ജീവജാലങ്ങൾ ഒക്കെ ഈ ദേവനെ ആശ്രയിച്ചു കൊണ്ടാണ് കഴിയണം. നമുക്ക് ഈ അനന്തപത്മനാഭനെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇങ്ങനെ ധ്യാനം നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത് അത്ര എളുപ്പമല്ല കേട്ടോ അമ്മേ. കാരണം അതിൻ്റെ ബൃഹത്ത് ഇനിയുണ്ട്. ഇനി അത് വലുതാക്കിയാൽ ഇനിയും കിട്ടുന്ന. ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു രീതിയിൽ സൂമിങ് ചെയ്യാൻ സാധിക്കും. ചെറിയ ഒരു ഫോട്ടോ കൊണ്ട് തരും. ആ ഫോട്ടോ നമ്മളിങ്ങനെ സൂം ചെയ്ത് വരുമ്പോൾ അതിൽ ഏറ്റവും ചെറിയ ഘടകം പോലും നമുക്ക് വലിയതായിട്ട് കാണാൻ സാധിക്കും. ഈ ചിത്രത്തിൽ ഇങ്ങനെയൊന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും. അതൊരു വല്ലാത്ത അത്ഭുതമാണ്. അത് അങ്ങനത്തെ ചിത്രം സ്പെഷ്യലായിട്ട് എല്ലാ ചിത്രത്തിലും ഉണ്ടാവില്ല. അത് അങ്ങനത്തെ ചിത്രങ്ങൾ പ്രത്യേകമായിട്ട് ക്യാമറ കൊണ്ട് എടുക്കുക അങ്ങനെയൊക്കെ വേണം. എന്നാലേ അതൊക്കെ മൊബൈലിൽ തരാൻ പറ്റുള്ളൂ. അതൊക്കെ വിദഗ്ധന്മാർക്കേ സാധിക്കുള്ളൂ. അത് എടുക്കാൻ നമുക്ക് പക്ഷേ എല്ലാവർക്കും സാധാരണക്കാർക്ക് പറ്റുകയും ചെയ്യും. കൊടുക്കാൻ നമ്മളെ പോലെ പറ്റില്ല, പക്ഷെ എടുക്കാൻ നമുക്കും പറ്റും. അതാണ് കംപ്രസ്ഡ് ഫോട്ടോ സിസ്റ്റം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് വന്നാൽ മനസ്സിലാവും. ഇപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ സ്വതേ അങ്ങനെയാണ്. അത് നമുക്ക് എടുക്കേണ്ടത് അങ്ങനെ എടുക്കണം. അങ്ങനെ എടുത്താലേ നമുക്ക് അങ്ങനെ സൂം ചെയ്തിട്ട് വരുള്ളൂ. ക്ലാരിറ്റിയോട് കൊടുത്ത സാധനമാണെങ്കിൽ അതിൽ കംപ്ലീറ്റ് കാണാം. അത് അതിൻ്റെ ചെറുത്. അതിനേക്കാൾ വളരെ കൂടുതലായിട്ട് ചില വരകൾ, കുറികൾ, ഇങ്ങനെയുള്ളതൊക്കെ പലതുമുണ്ട്. ചില സൂക്ഷ്മ തത്വങ്ങൾ, കേന്ദ്രഭാഗങ്ങളോ ഇങ്ങനെയൊക്കെ ഉരുട്ടല്ലേ, അതൊക്കെ ഇതുപോലെ നമുക്ക് സൂക്ഷ്മ രൂപത്തിൽ കാണാൻ സാധിക്കും സൂം ചെയ്ത് കഴിഞ്ഞാൽ. എന്ന കൂട്ടത്തിൽ ഈ ഭഗവാൻ പറയുകയാണ്, അമ്മ ഇതേ ഇത്ര നല്ല ആളുണ്ടോ, കുറച്ച് അധികം ഉണ്ട്. ഭഗവാൻ മേൽപ്പത്തൂർ ശ്രീകൃഷ്ണനോട് പറയാ, അങ്ങയുടെ അത് ആർക്കാ കണ്ടുപിടിക്കാൻ സാധിക്കുക? അമ്മയുടെ ഭാഗ്യം കൊണ്ട് കൃഷ്ണൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് അമ്മ അത് കണ്ടു. വികസദ്ഭുവനേ മുഖോദരേ നനുഭൂയോപി തഥാവിധാനന അനയാ സ്ഫുടമീക്ഷിതോ ഭവാൻ അനവസ്ഥാം ജഗദാംബദാതനോത്. അപ്പം അങ്ങനെയുള്ള ഈ അനവസ്ഥാം, പരിധിയില്ലാത്തതായിട്ടുള്ള ഈ അവസ്ഥ, അത് അതനോത് ഭഗവാനാൽ ഉണ്ടാക്കുക തന്നെ ചെയ്തു. ബദ, എന്തൊരാശ്ചര്യം. ഇപ്പോൾ ബദ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഷ്ടം എന്നാണ് പറയുക. ചിലപ്പോൾ പോസിറ്റീവായിട്ടും ചിലപ്പോൾ നെഗറ്റീവായിട്ടാണ് ചേർക്കുക. ഇപ്പോൾ ആശ്ചര്യം എന്നുള്ള അർത്ഥമുള്ളൂ സ്വതേ. അതിൽ നമുക്കുണ്ടാകുന്ന ബിഫോർ ഉള്ള മറ്റേ ഫീലിംഗ് ആണ് ദുഃഖമാണോ സുഖമാണോ, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത്. ഇപ്പം ഇത് മനസ്സിലാക്കാൻ മുഴുവൻ സാധിക്കില്ല എന്നുള്ള നിലയ്ക്കാണ്. അത്രയേ ഉള്ളൂ. ധൃതതത്വധിയം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സനമംബദിശേത്യുപാസജൻ ഭഗവൻ അത്ഭുത ബാല പാഹിമാം. തഥാ ആ സമയത്ത് തന്നെ ക്ഷണം വളരെ വേഗത്തിൽ ധൃതതത്വധിയം വളരെ താത്വികമായിട്ടുള്ള ബുദ്ധിയെ
ആ സമയത്ത് ഭഗവാൻ ബുദ്ധി മാറ്റി കൊടുത്തിട്ടില്ല വെച്ചാൽ അമ്മ അതിലങ്ങോട്ട് ലയിച്ചാൽ പിന്നെ അമ്മ പ്രപഞ്ചത്തിലേക്ക് വരില്ല. അതുകൊണ്ട് താം ജനനിയും ആ യശോദാമ്മയെ പ്രണയേന വളരെ സ്നേഹം കൊണ്ട് തന്നെ മോഹിപ്പിച്ചിട്ട് അമ്പ സ്ഥനം ദിശ, അമ്മയെ മുല കാണിക്കൂ, എനിക്ക് മുല വന്നാലും ദിശ ഇതി, എനിക്ക് വേഗം വിശന്നിട്ട് വയ്യ, അമ്മിഞ്ഞ തരൂ. അപ്പോഴോ ഇത് ഉപാസജൻ, ഇങ്ങനെ നന്നായിട്ട് അമ്മയുടെ അടുക്കലേക്കാണ് ചെന്നു. അപ്പൊ അമ്മയുടെ അടുത്ത് തന്നെയാണ് നിൽക്കണത് കേട്ടോ, ഇല്ലായിട്ടല്ല. എന്നാലും ശരി, എന്നെ എടുക്കൂ അമ്മേ, എനിക്ക് മുല തരൂ അമ്മേ എന്ന് ആ ഉണ്ണി വളരെ വേഗം അടുത്ത് ചെന്നിട്ടാണ് പറഞ്ഞു അത്ഭുത ബാല. അങ്ങനെയുള്ള അത്ഭുത ബാലഭാവത്തെ, പ്രാകൃത ഭാവത്തെ കാണിക്കുന്നതായിട്ടുള്ള ഭഗവൻ മാം പാഹി, എന്നെ രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂര് ശ്രീകൃഷ്ണനോട് പറയുകയും ചെയ്തു. ധൃത തത്വധിയം തദാക്ഷണം, ഇങ്ങനെ താത്വികമായിട്ടുള്ള വളരെ വലിയതായിട്ടുള്ള ബൃഹത് തത്വത്തെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത അതേ ആ തത്വത്തെ ധരിച്ചതായിട്ടുള്ള ഭഗവാനെ അങ്ങ് വളരെ പെട്ടെന്ന് തന്നെ ജനനിയും താം പ്രണയേന മോഹയൻ, ആ അമ്മയെ പ്രണയം കൊണ്ട്, സ്നേഹം കൊണ്ട് അങ്ങോട്ട് തോൽപ്പിച്ചു. എന്നിട്ടോ മോഹിപ്പിച്ചതിന് ശേഷം പറഞ്ഞു സ്ഥാനമമ്പതിശേ, എനിക്ക് അമ്മയെ മുല കാണിച്ചൊരു കുടിക്കാൻ വൈകി, എനിക്ക് വിശന്നിട്ട് വയ്യ. ഉപാസ എന്നിട്ട് അടുത്തേക്കാണ് ചെന്നു. ഭഗവൻ അത്ഭുത, ഇങ്ങനെയൊക്കെ പലതും കാണിക്കാനുള്ള അത്ഭുത ബാലനായുള്ള ഭഗവാനെ പാഹി മാം, എന്നെ രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂര് ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു. ധൃത തത്വധിയം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സ്തനമംബദിശേത്യുപാസജൻ ഭഗവൻ അത്ഭുത ബാല പാഹി മാം. ഇങ്ങനെ 10 ശ്ലോകങ്ങളെ കൊണ്ട് 46-ാമത്തെ ദശകം വായില് ലോകത്തെ കാണിച്ചു കൊടുത്തു യശോദ ശ്രീകൃഷ്ണന് എന്നുള്ള കഥ. ഇനി ഉലൂഖല ബന്ധനത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നാളെ 47-ാമത്തെ ദശകം നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, നാരായണ നാരായണ.